ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പോർക്ക് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതാ നല്ല നെയ്യുള്ള പോർക്ക് ഇതുപോലെ ഒറ്റ പീസായിട്ടാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഞാനപ്പോൾ എന്തായാലും അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് വരട്ടാൻ ആവശ്യമായിട്ടുള്ള പാകത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മുറിച്ച് വെച്ച ഈ പോർക്കിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള അനുസരിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ കൂട്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച പോർക്ക് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നമുക്കിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതല്ല അടികട്ടിയുള്ള ഉരുളി പോലുള്ള പാത്രങ്ങളിലൊക്കെ വേവിച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പോർക്കിലത്തെ നെയ്യൊക്കെ ഉരുകി അതിലുള്ള വെള്ളമൊക്കെ അതിൽ മിക്സായിട്ട് അങ്ങനെ നമ്മുടെ പോർക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഞാനിത് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് എരിവിന് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുറവാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, കാരണം ഞാൻ കുരുമുളക് പൊടി വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരത്തെ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിരുന്ന പോർക്ക് ഉണ്ടല്ലോ അത് എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് നോക്കാം. നമ്മുടെ പോർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികൾ കൂടാതെ ഈ പോർക്ക് വരട്ടിയതിലേക്ക് ബാക്കി എന്തൊക്കെയാണ് ആവശ്യം നോക്കാം. അതിനായിട്ട് നാളികേരക്കൊത്ത് ആവശ്യമുണ്ട്. അത് ഞാനിവിടെ നാളികേരം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ഒരു 1.5 സവാളയോളം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോർക്ക് വരട്ടാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നല്ല അടികട്ടിയുള്ള ഒരു പാത്രം നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന നാളികേരക്കൊത്തുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നാളികേരക്കൊത്തൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ പൊടികളുണ്ടല്ലോ, നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിയുടെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ പോർക്ക് ഉണ്ടല്ലോ അതിലുള്ള ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പോർക്കിൻ്റെ കഷ്ണത്തുമേ എല്ലാം പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ പോർക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പോർക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഗ്യാസിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടുപ്പിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് പോർക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി എരിവൊക്കെ പോരാ, കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.